മിഷൻ VFA LDCയുടെ സെക്കൻഡ് റിവിഷൻ, ഫോർത്ത് ഡേയുടെ സെക്കൻഡ് റിവിഷനാണ് ഇന്ന്. മെയിൻ ടോപ്പിക്സ് GKയിൽ അമേരിക്കൻ റവല്യൂഷനും കറണ്ട് അഫയേഴ്സിലെ രാജാ രവിവർമ്മയുമായിരുന്നു ഉണ്ടായിരുന്നത്. ടോപ്പിക്കിലേക്ക് കിടക്കാം. GKയിലെ ടോപ്പിക്ക് അമേരിക്കൻ റവല്യൂഷൻ ആയിരുന്നു. അമേരിക്കൻ റവല്യൂഷൻ 3 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ആദ്യത്തെ ഘട്ടം 1765 മുതൽ 1775 വരെയുള്ള കാലയളവാണ്. അത് അമേരിക്കയിലെ ഇംഗ്ലീഷ് കോളനികൾ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പായിരുന്നു. മാതൃരാജ്യത്തിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ആദ്യഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 1776 മുതൽ 1781 വരെയുള്ള രണ്ടാം ഘട്ടം. ഇത് ബ്രിട്ടനെതിരെയുള്ള കോളനികളുടെ യുദ്ധവും സ്വാതന്ത്ര്യം നേടുന്നതുമാണ് രണ്ടാം ഘട്ടത്തിൽ വരുന്നത്. മൂന്നാം ഘട്ടം 1781 മുതൽ 1789 വരെയുള്ള കാലഘട്ടമാണ്. ഒരു ഫെഡറൽ റിപ്പബ്ലിക്കായുള്ള ഈ മുൻ കോളനികളുടെ പരിണാമമാണ്. ഈ 13 കോളനികൾ ഫെഡറൽ റിപ്പബ്ലിക് ആവുന്നതാണ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്. 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? 1765 മുതൽ 1775 വരെ. 1700കളിലാണ് നടക്കുന്നത്. അപ്പം 1765 മുതൽ 75 വരെ, പിന്നെ 76 മുതൽ 81 വരെ, പിന്നെ 81 മുതൽ 89 വരെ. നോക്കാം. 1492 അമേരിക്ക കണ്ടെത്തിയ നാവികനാണ് കൊളംബസ്. സ്പെയിനിലെ ഭരണാധികാരിയായ നാവികനായിട്ടാണ് ഇറ്റലിക്കാരനായ കൊളംബസ് അമേരിക്കയിൽ എത്തുന്നത്. അവിടെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞ് അവിടെയുള്ളവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചതും കൊളംബസ് ആണ്. കൊളംബസിൻ്റെ നാവിക കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന കപ്പലുകളാണ് സാന്റാ മറിയ, നൈന, പിൻറ്റ. ഈ 3 കപ്പലുകളാണ്. മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി അമേരിക്കൻ വിപ്ലവം നടക്കുന്നത് 1700കളിലാണെന്ന് പറഞ്ഞു. അതായത് 18ാം നൂറ്റാണ്ടിലാണ്. ഇനി ഇംഗ്ലണ്ടിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്നത് തീർത്ഥാടക പിതാക്കൾ എന്നാണ്. എന്തുകൊണ്ടാണ് അവർ കുടിയേറി പാർത്തത്? ഈ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ മതപീഡനം കാരണമാണ് അവർ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയത്. ബിഷപ്പില്ലെങ്കിൽ രാജാവുമില്ല എന്ന് അഭിപ്രായപ്പെട്ട ജെയിംസ് ഒന്നാമൻ എന്ന സ്റ്റുവർട്ട് രാജാവിനെ കുറിച്ച് ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിൽ പഠിച്ചതായിരുന്നു നമ്മൾ. അപ്പം ആ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്നാണ് ഇവർ ഇങ്ങോട്ടേക്ക് കുടിയേറിയത്, വടക്കേ അമേരിക്കയിലേക്ക്. അവരാണ് തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത്. അവർ ഏത് കപ്പലിലാണ് വന്നത്? തീർത്ഥാടക പിതാക്കൾ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയത് ഏത് കപ്പലിലാണ്? മെയ് ഫ്ലവർ എന്ന കപ്പലിലാണ് വന്നത്. അവർ വന്ന് അവിടെ 13 കോളനികൾ സ്ഥാപിച്ചു. ഇനി ഇംഗ്ലീഷുകാർ വടക്കേ അമേരിക്കൻ കോളനികളിൽ നടപ്പാക്കിയിരുന്ന വാണിജ്യ നയം എന്തായിരുന്നു? അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? മെർക്കന്റിലിസം എന്നാണ്. അതായത് കോളനികൾ മാതൃരാജ്യവുമായി മാത്രമേ വ്യാപാരബന്ധം പുലർത്താവൂ എന്നതാണ് മെർക്കന്റിലിസം എന്ന ബ്രിട്ടീഷ് വാണിജ്യ നയത്തിൻ്റെ അടിസ്ഥാനം. ബ്രിട്ടൻ എപ്പോഴും അതിൻ്റെ കോളനികളെ കണ്ടിരുന്നത് സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അവർക്ക് സൈനികരെയൊക്കെ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ സൈനികരെയൊക്കെ നിർത്തേണ്ടതുണ്ട്. അതിന് പണം കൊടുക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കോളനികളെ കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1765 മുതൽ 75 വരെയാണ് ഒന്നാം ഘട്ടം. ഈ 65 മുതൽ 75 വരെയാണ് ഒന്നാം ഘട്ടം. അതിൻ്റെ മുമ്പ് 1756 മുതൽ 63 വരെ, 65-ന് 2 വർഷം മുമ്പ് നടന്നതാണ് സപ്തവത്സര യുദ്ധം നടക്കുന്നു. അതായത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് യുദ്ധം. അമേരിക്ക അതിൻ്റെ അകത്ത് വരുന്നില്ല. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് യുദ്ധം. അപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ ഈ മെയ് ഫ്ലവേഴ്സിൽ വന്ന തീർത്ഥാടക പിതാക്കളുടെ മാതൃരാജ്യമായി ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് യുദ്ധം. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും സപ്തവത്സര യുദ്ധവും തമ്മിൽ എങ്ങനെയാണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രിട്ടൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി. അപ്പോൾ അമേരിക്കയിലെ ഫ്രഞ്ച് അധീന കോളനികൾ ബ്രിട്ടൻ്റെ കയ്യിലായി. കൂടുതൽ തീവ്രതയോടെ മെർക്കന്റിലിസ്റ്റ് ചൂഷണ നയങ്ങൾ അവർ നടപ്പിലാക്കി. ഈ സപ്തവത്സര യുദ്ധം അവസാനിക്കുന്നത് 1763 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. എന്നോട് പറയാം, 1756 മുതൽ 63 വരെ സപ്തവത്സര യുദ്ധം നടക്കുന്നു. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലാണ് യുദ്ധം. യുദ്ധത്തിൽ ഇംഗ്ലണ്ട് ജയിക്കുകയും അമേരിക്കൻ കോളനികളിലെ ചില സ്ഥലങ്ങൾ ഫ്രാൻസ് പിടിച്ചടക്കിയ കുറച്ച് സ്ഥലങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഇംഗ്ലണ്ട് ജയിക്കുന്നതോടുകൂടി ഇംഗ്ലണ്ടിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ 1763
പാരീസ് സന്ധി പ്രകാരം അവർ സപ്തവത്സര യുദ്ധം അവസാനിക്കുന്നു. പിന്നീട് ഈ ഇംഗ്ലണ്ട് കുറേ ആക്റ്റുകൾ ഈ കോളനിക്കാരുടെ മേൽ ചുമത്തുന്നുണ്ട്. നാവിഗേഷൻ ആക്ട്, ഷുഗർ ആക്ട്, സ്റ്റാമ്പ് ആക്ട്. അങ്ങനെ നാവിഗേഷൻ ആക്ട് വരുന്നത് 1651 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതായത് ഇംഗ്ലീഷ് കപ്പലുകളിൽ മാത്രമേ ചരക്ക് ഉണ്ടാകാവുള്ളൂ, ഇംഗ്ലീഷുകാർക്ക് മാത്രമേ ചരക്ക് വിൽക്കാവുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു ഈ നാവിഗേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ. 1651 മുതൽ 60 വരെയാണ്. ഷുഗർ ആക്ട് വരുന്നത് 64-ലാണ്, 1764. അപ്പോൾ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് 65-ലാണ് തുടങ്ങുന്നത്. അതിൻ്റെ തൊട്ട് മുന്നിലത്തെ വർഷമാണ് ഷുഗർ ആക്ട്. അതായത് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരകളിൽ നികുതി ഏർപ്പെടുത്തുന്നു. അപ്പോൾ കള്ളക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് ഇവർ കള്ളക്കടത്തിലൂടെ ഷുഗർ ഇറക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വീടുകളിലും കപ്പലുകളിലും ഒക്കെ ചെക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അതാണ് ഷുഗർ ആക്ട് എന്ന് പറയുന്നത് 1764. അങ്ങനെ 1765 അടുത്ത വർഷം ആദ്യ ഘട്ടം ആരംഭിക്കുകയാണ്. 1765 ആ 65-ലാണ് സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്ന ആക്ട് നിലവിൽ വരുന്നത്. പത്രങ്ങൾ, ലഘുലേഖകൾ, ആധാരം, റവന്യൂ സ്റ്റാമ്പ് പേപ്പർ, അങ്ങനെ എല്ലാ, അതായത് ചെറിയ പത്രങ്ങൾ, ലഘുലേഖ, ചെറിയ കച്ചവടക്കാർ, ബാങ്കുകാർ മുതൽ അഡ്വക്കേറ്റ്സ് വരെ, അങ്ങനെ എല്ലാവർക്കും ഇതിൻ്റെ ബേർഡൻ വരികയാണ്. ഇതിനെല്ലാത്തിനും ഒരു നികുതി അടയ്ക്കണം. ഈ സമയത്താണ് നമ്മുടെ ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്ന ഫേമസ് മുദ്രാവാക്യമൊക്കെ പറയുന്നത്. അതിനെതിരെയാണ് 1765 ബോസ്റ്റണിൽ സമ്മേളിക്കുന്നു. അതിൻ്റെ ഫലമായി 1766 സ്റ്റാമ്പ് ആക്ട് റദ്ദ് ചെയ്യുന്നു. അപ്പോൾ ബ്രിട്ടൻ കോളനികളിൽ സ്റ്റാമ്പ് ആക്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യം ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ബ്രിട്ടന്റെ സ്റ്റാമ്പ് ആക്ടിനെതിരെ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് തീവ്ര സ്വഭാവമുള്ള രഹസ്യ സംഘങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങി. ഇങ്ങനത്തെ സംഘങ്ങളെയാണ് സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ എന്നറിയപ്പെടുന്നത്. ഈ സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ അഥവാ സൺസ് ഓഫ് ലിബർട്ടി എന്ന സംഘടന അമേരിക്കൻ വിപ്ലവത്തിലെ ഒരു ഭാഗമാണ്. സ്റ്റാമ്പ് ആക്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു സംഘടനയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവായി പരിഗണിക്കുന്നത് ആരെയാണ്? സാമുവേൽ ആഡംസിനെയാണ്. അമേരിക്കൻ രാജ്യസ്നേഹികളുടെ ആദ്യ സംഘം എന്ന് കരുതുന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ എന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ മുഖ്യ സംഘാടകനായിരുന്നു സാമുവേൽ ആഡംസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സാമുവേൽ ആഡംസിനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്. സൺസ് ഓഫ് ലിബർട്ടി, അപ്പോൾ സാമുവേൽ ആഡംസ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ്. അങ്ങനെ 1765 സ്റ്റാമ്പ് ആക്ട് കൊണ്ടുവരുന്നു. 1766 എല്ലാവരുടെയും പ്രതിരോധം കൊണ്ട് ആ ആക്ട് റദ്ദ് ചെയ്യുന്നു. എന്നാൽ 1767 അടുത്ത വർഷം ടൗൺഷിൻഡ് ആക്ട് എന്ന് പറഞ്ഞ പുതിയൊരു ആക്ട് നിലവിൽ വരികയാണ്. അത് ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്നു, അന്നത്തെ ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്നു ചാൾസ് ടൗൺഷിൻഡ് എന്നയാൾ നടപ്പിലാക്കിയ കുറച്ച് നിയമങ്ങളാണ്. കണ്ണാടി, ഈയം, ചായം, കടലാസ്, തേയില എന്നിവയ്ക്ക് ഇമ്പോർട്ട് ടാക്സ് ഇടുന്നു. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് കമ്മീഷണേഴ്സും അതിന് സഹായിക്കുന്നു. ഇവിടെ ഉള്ള, അതായത് ഈ കോളനികളിലുള്ള ബ്രിട്ടീഷ് കമ്മീഷണേഴ്സും അതിന് കൂടെ നിൽക്കുന്നു. ജൂറി ഇല്ലാതെ വിചാരണ നടത്താം, അങ്ങനെ നിയമലംഘനം നടത്തുന്നവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതൊക്കെയായിരുന്നു അവിടെ നടന്നത്. എന്തിനൊക്കെയായിരുന്നു ടൗൺഷിൻഡ് ആക്ടിൽ ടാക്സ് വന്നിരുന്നത്? തേയില, കണ്ണാടി, കടലാസ്, ഈയം, ചായം. തേയില, കണ്ണാടി, കടലാസ്, ഈയം, ചായം. 1767 ടൗൺഷിൻഡ് ആക്ട്, ചാൾസ് ടൗൺഷിൻഡിൻ്റെ നടപ്പിലാക്കിയ ആക്ട്സ്. അപ്പോൾ ഇതിനെതിരെയും ഈ ടൗൺഷിൻഡ് ആക്ടിനെതിരെയും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. അത്തരം ഒരു പ്രക്ഷോഭം 1770 ബോസ്റ്റണിൽ നടക്കുന്നു. ഈ പ്രക്ഷോഭത്തിൽ 5 കോളനിക്കാർ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ വെടിയേറ്റ് മരിച്ചു. ഇതാണ് 1770 ബോസ്റ്റൺ കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഷുഗർ ആക്ട് വരുന്നു, പിന്നീട് അവർ സ്റ്റാമ്പ് ആക്ട് കൊണ്ടുവരുന്നു. സ്റ്റാമ്പ് ആക്ട് 1766 റദ്ദ് ചെയ്തെങ്കിലും ചാൾസ് ടൗൺഷിൻഡിൻ്റെ നേതൃത്വത്തിൽ ടൗൺഷിൻഡ് ആക്ട് വരുന്നു 1767.
ഇതിനെല്ലാത്തിനുമെതിരെ 1770 ബോസ്റ്റണിൽ പ്രക്ഷോഭം നടക്കുന്നു. അവിടെ ആ പ്രക്ഷോഭത്തിൽ വെച്ച് 5 കോളനിക്കാർ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിക്കുന്നു. ഇതാണ് ബോസ്റ്റൺ കൂട്ടക്കൊല. 1770 ബോസ്റ്റൺ കൂട്ടക്കൊല നടക്കുന്നത്. ഇത്രയാണ് പറഞ്ഞത്. അപ്പം ഈ സംഭവം നടക്കുമ്പോൾ ജോർജ് മൂന്നാമനായിരുന്നു നോർത്ത് പ്രഭുവും കൂടി ഈ ടൗൺഷിൻ്റെ നിയമം അങ്ങ് റദ്ദ് ചെയ്യുന്നു, ഈ 1770 കൂട്ടക്കൊല നടന്നതുകൊണ്ട്. അങ്ങനെ പക്ഷെ അവർ തേയിലയുടെ നികുതി മാത്രം നിലനിർത്തി. പക്ഷെ കോളനിക്കാർ അതിനെ എതിർത്തു. തേയിലയ്ക്കും നികുതി പാടില്ല എന്ന രീതിയിൽ കോളനിക്കാർ നിന്നു. അങ്ങനെ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്ത തേയില വാങ്ങാൻ അവർ വിസമ്മതിച്ചു. അങ്ങനെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ എന്ന് പറയുന്ന ആ സംഘടനയിലെ ആളുകൾ ബോസ്റ്റൺ തുറമുഖത്ത് തേയിലയുമായി വന്ന കപ്പലിൽ കയറിക്കൂടി തേയിലപ്പെട്ടികൾ കടലിലേക്ക് എടുത്തെറിഞ്ഞു. എത്ര തേയിലപ്പെട്ടികളാണ് എറിഞ്ഞത്? 342 തേയിലപ്പെട്ടികളാണ് എറിഞ്ഞത്. 3, 4, 2, 2, 3, 4 ഉണ്ട്. 3, 4, 2, 342 തേയിലപ്പെട്ടികൾ എടുത്തെറിഞ്ഞു. 1773 ഡിസംബർ 16 ഈ സംഭവം. 1773 ഡിസംബർ 16 ഈ സംഭവം. ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു ഈ സംഭവം. അങ്ങനെ ഇംഗ്ലണ്ടിലെ ചൂഷണ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിന് അമേരിക്കൻ കോളനികളിലെ പ്രതിനിധികൾ എല്ലാവരും കൂടെ സംഘടിച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ഇത് ഫിലാഡൽഫിയയിൽ വെച്ചാണ് സംഘടിക്കുന്നത്. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ 12 കോളനികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുത്തത്. എന്നാൽ ജോർജിയയിൽ നിന്നുള്ള അവർ മാത്രം വന്നില്ല. ജോർജിയ എന്ന കോളനിയിൽ നിന്ന് മാത്രം വന്നില്ല. ബാക്കി 12 കോളനികളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് പങ്കെടുത്തു. പിന്നീട് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നു 1775. രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത് ഫിലാഡൽഫിയയിൽ തന്നെയാണ്. 13 അമേരിക്കൻ കോളനികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിലാണ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിൻ്റെ തലവനായി നിയമിക്കുന്നു. അങ്ങനെ 13 കോളനികൾക്കുമായി ഒരു ഡിഫാക്ടോ ഗവൺമെൻറ് രൂപീകരിക്കുന്നു. ഈ 1775 ജൂലൈ 5 1775 ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത്. ജൂലൈ 5 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ബ്രിട്ടനിലെ രാജാവായ ജോർജ് മൂന്നിന് നൽകുന്നതിന് അംഗീകരിച്ച അപേക്ഷയാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. അപ്പോൾ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 ജൂലൈ 5 അന്നത്തെ ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് മൂന്നാമന് ഒരു അപേക്ഷ എഴുതി കൊടുക്കുന്നു, എല്ലാവരും കൂടെ ഒപ്പിട്ട്. അതാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്നത്. അമേരിക്കൻ കോളനികളും മാതൃരാജ്യവും തമ്മിലുള്ള തുറന്ന യുദ്ധം തടയാനും തങ്ങളെ ബ്രിട്ടീഷ് പൗരന്മാരായി കണ്ട് പെരുമാറാനുമാണ് ഈ അപേക്ഷയിൽ രാജാവിനോട് അഭ്യർത്ഥിക്കുന്നത്. പെൻസിൽവാനിയയിൽ നിന്നുള്ള പ്രതിനിധിയായ ജോൺ ഡിക്കൻസൺ ആണ് ഈ പെറ്റീഷൻ എഴുതി തയ്യാറാക്കിയത്. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എഴുതി തയ്യാറാക്കിയതാരാണ്? ജോൺ ഡിക്കൻസൺ ആണ്. ആർക്കാണ് കൊടുത്തത്? ജോർജ് മൂന്നാമനാണ്. ജോൺ ഡിക്കൻസൺ, ജോർജ് 3, 1775 ജൂലൈ 5 ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ തുടർച്ചയായി മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ കോളനി പ്രതിനിധികൾ സമ്മേളിക്കുകയും അതിൽ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിക്കുകയും ചെയ്തു. അതാണ് 1776 ജൂലൈ 4. 1775 ജൂലൈ 5 ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ്. എല്ലാ മനുഷ്യരും തുല്യരായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തുടങ്ങുന്നതാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കൻ കോളനികളുമായുള്ള ഇംഗ്ലണ്ടിൻ്റെ യുദ്ധം അവസാനിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതാണ്? 1781 യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ കീഴടങ്ങിയ ബ്രിട്ടീഷ് ജനറൽ ആരാണ്? ജനറൽ കോൺവാലിസ് ആണ് കോൺ തെറ്റി വീണത്. ഇംഗ്ലണ്ടുമായുള്ള അമേരിക്കയും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധത്തിൽ ഇംഗ്ലണ്ട് തോൽക്കുന്നു. ആ രാജാവ് ഏതാണ്? രാജാവല്ല, ബ്രിട്ടീഷ് ജനറലാണ് ജനറൽ കോൺവാലിസ്. 1781 യുദ്ധമാണ് കേട്ടോ. 17, 18 എന്ന് ഓർക്കുക. 17 18 തിരിച്ചിടുക, 81. 1781 യുദ്ധത്തിലാണ് ജനറൽ കോൺവാലിസ് തോൽക്കുന്നു. അങ്ങനെ അമേരിക്കൻ കോളനിയിൽ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? പാരീസ് ഉടമ്പടിയാണ്. ഈ 1763
സപ്തവത്സര യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയും പാരീസ് ഉടമ്പടി തന്നെയാണ്. ഈ 1781 യുദ്ധം അവസാനിക്കാനുള്ള ഉടമ്പടിയും പാരീസ് ഉടമ്പടി തന്നെയാണ്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടനെതിരെ പൊരുതാൻ വേണ്ടി അമേരിക്കൻ കോളനികളെ സഹായിച്ച രാജ്യം ഫ്രാൻസാണ്. അപ്പം ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പ്രതിമ അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയ രാജ്യം ആരാണ്? ഫ്രാൻസാണ്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ജോർജ് മൂന്നാമനാണ്. അതുപോലെ അമേരിക്ക സ്വാതന്ത്ര്യം നേടുമ്പോൾ ഫ്രഞ്ച് ചക്രവർത്തി ആരായിരുന്നു? ലൂയി 16 ഫ്രാൻസിലുണ്ടായിരുന്നത് ലൂയി 16. അമേരിക്കയിലെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് മൂന്നാമനുമായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് വളരെ ആവേശമേറിയ ഒരു ലഘുലേഖയായിരുന്നു കോമൺ സെൻസ് എന്ന് പറയുന്നത്. കോമൺ സെൻസ് ആരുടെ പ്രസിദ്ധീകരണമാണ്? തോമസ് പെയിൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ആൾ എഴുതിയതാണ് കോമൺ സെൻസ് എന്ന് പറഞ്ഞ ഒരു ലഘുലേഖയാണ്. ഒരു പത്രത്തിൽ അടിച്ചു വരുന്നതാണ്. മനുഷ്യാവകാശങ്ങൾ എന്ന ലഘുഗ്രന്ഥത്തിൻ്റെ രചയിതാവ് കൂടിയാണ് ഈ തോമസ് പെയിൻ എന്ന് പറയുന്നത്. മനുഷ്യാവകാശങ്ങളും പിന്നെ കോമൺ സെൻസും. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ രാജാവുമായുള്ള അമേരിക്കൻ കോളനികളുടെ ഒത്തുതീർപ്പ് പ്രതീക്ഷയെ വഴിതെറ്റിക്കുന്ന സ്വപ്നം എന്ന് വിശേഷിപ്പിച്ചതും ഈ തോമസ് പെയിൻ തന്നെയാണ്. ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ ഒത്തുതീർപ്പിന് എഴുതി തയ്യാറാക്കിയത്, അതിനെ വഴിതെറ്റിക്കുന്ന സ്വപ്നം എന്നാണ് തോമസ് പെയിൻ അവകാശപ്പെട്ടത്. അതുപോലെ മനുഷ്യാവകാശങ്ങൾ എന്ന ലഘുഗ്രന്ഥവും കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതിയതും തോമസ് പെയിൻ തന്നെയാണ്. എന്നാൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് ജനങ്ങളുടെ മനസ്സിലായിരുന്നു ആ യുദ്ധം എന്ന് പറഞ്ഞത് ആരാണ്? വിപ്ലവത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ജോൺ ആഡംസ് ആണ്. നമ്മൾ മുമ്പ് സാമുവേൽ ആഡംസിനെ പറ്റി പറഞ്ഞിരുന്നു. എന്തായിരുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവായി പരിഗണിക്കപ്പെടുന്ന സാമുവേൽ ആഡംസിനെയാണ്. സൺസ് ഓഫ് ലിബർട്ടി എന്ന സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ എന്നറിയപ്പെടുന്ന സംഘടനയുടെ പ്രമുഖ നേതാവായിരുന്നു ഈ സാമുവേൽ ആഡംസ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പറഞ്ഞത് ജോൺ ആഡംസ് ആണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആഡംസ് ആണ്. അടുത്തത് 1787 അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത് എവിടെയാണ്? ഫിലാഡൽഫിയയിൽ വെച്ചാണ്. 1781 യുദ്ധം തീരുന്നത്. പിന്നെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസും രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസും നടന്നത് ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെയാണ്. അവിടെ തന്നെയാണ് ഭരണഘടനാ സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത്. അത് 1787 ഇനി 1789 ഏപ്രിൽ 30 അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായി അധികാരമേറ്റത് ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണ്. ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റത് എന്നാണ്? 1789 ഏപ്രിൽ 30. അമേരിക്കയുടെ ദേശീയ പിതാവ് ആരാണ്? ജോർജ് വാഷിങ്ടൺ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ജോൺ ആഡംസ് ആണ്. ജോൺ ആഡംസിന് ഓർമ്മയുണ്ടല്ലോ, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു എന്ന പ്രശസ്തമായ വാക്കുകളാണ് ജോൺ ആഡംസിൻ്റെ ആയിരുന്നു. അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റും അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റും ആര് തന്നെയാണ്? ജോൺ ആഡംസ് ആണ്. ഇനി അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. അടുത്തത് കറണ്ട് അഫയേഴ്സിലെ രാജാ രവിവർമ്മയെ പറ്റിയായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ കൈസർ ഹിന്ദ് ബഹുമതി നൽകി അംഗീകരിച്ച ഇന്ത്യയിലെ ഒരേ ഒരു ചിത്രകാരൻ ആണ് രാജാ രവിവർമ്മ എന്ന് പറയുന്നത്. 1893 ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരന്മാർക്കിടയിലെ രാജാവ് എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളുണ്ട്. രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം കിളിമാനൂർ ആണ്. ഇനി ചുമർചിത്ര നഗരം കേരളത്തിലെ ആദ്യ ചുമർചിത്ര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം കഥയെ ആധാരമാക്കിയുള്ള പ്രസിദ്ധമായ ചുമർചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്, കായംകുളത്താണ്. പിന്നെ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരാണ് ചുമർചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ രാജാ രവിവർമ്മയുടെ ചിത്രത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വരച്ച പ്രധാനപ്പെട്ട ചിത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്. മുല്ലപ്പൂ ചൂടിയ നായർ വനിത, പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത, മലബാർ മനോഹരിയാണ്, മലബാർ കർഷകനല്ല കേട്ടോ, മലബാർ മനോഹരി. അതുപോലെ തന്നെ ശാന്തനുവും സത്യവതിയും, അർജുനനും സുഭദ്രയും, ഹംസവും ദമയന്തിയും, അതാ അച്ഛൻ വരുന്നു, ജടായുവധം, തമിഴ് സ്ത്രീയുടെ ഗാനാലാപനം, ദർഭമുന കൊണ്ട് ശകുന്തള, ഇത്രയൊക്കെയാണ്. ഇനി പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, നീലനദി എന്നീ പ്രസിദ്ധമായ ചിത്രം ആരുടേതാണ്?
TK പത്മിനി എന്ന് പറയുന്നതാണ്. TK പത്മിനി എന്ന് പറയുന്നത് അമൃത ഷെർഗിൽ എന്ന്, കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ചിത്രകാരിയാണ് TK പത്മിനി. TK പത്മിനിയുടെ പ്രസിദ്ധമായ ചിത്രങ്ങളാണ് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, TK പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി, നീലനദി, പെൺകുട്ടി T, നീലനദിയും. പിന്നെ ദേവസ്പന്ദനം എന്ന രചനാ സമാഹാരം ഏത് ചിത്രകാരൻ്റെയാണ്? MV ദേവൻ്റെ രചനാ സമാഹാരമാണ് ദേവസ്പന്ദം. MV ദേവൻ ദേവസ്പന്ദം. അതുപോലെ തന്നെ അരവിന്ദൻ്റെ ഉത്തരായനം, കാഞ്ചന സീത എന്നീ ചലച്ചിത്രങ്ങളിലെ ആർട്ട് ഡയറക്ടറായിരുന്ന പ്രസിദ്ധ ചിത്രകാരൻ ആരാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. ഇനി MTയുടെ രണ്ടാം മൊഴി നോവലിലെ കഥാപാത്രങ്ങളുടെ രേഖാചിത്രം നിർവഹിച്ചതും ഈ ആർട്ടിസ്റ്റ് നമ്പൂതിരി തന്നെയാണ്. ഇനി അമ്മയും കുഞ്ഞും പ്രതിമയുടെ ശില്പിയാണ്. 2 സ്ഥലത്തുണ്ട്, ഒന്ന് കൊല്ലം നെഹ്റു പാർക്കിലും മറ്റൊന്ന് തിരുവനന്തപുരം SIT ആശുപത്രിക്ക് മുമ്പിലും. ഈ അമ്മയും കുഞ്ഞും പ്രതിമ കൊല്ലത്തെ നെഹ്റു പാർക്കിൽ MV ദേവനാണ് ആ പ്രതിമയുടെ ശില്പി. എന്നാൽ തിരുവനന്തപുരം SIT ആശുപത്രിക്ക് മുമ്പിലെ അമ്മയും കുഞ്ഞും പ്രതിമയുടെ ശില്പി ആര്യനാട് രാജേന്ദ്രനാണ്. നമ്മൾ ഓർത്തിരിക്കാൻ പറഞ്ഞു, തിരുവനന്തപുരമാണ് മേയർ ആര്യ രാജേന്ദ്രനാണ്. അപ്പോൾ ആര്യനാട് രാജേന്ദ്രൻ എന്ന് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ മലമ്പുഴയിലെ യക്ഷിയും തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്തെ ജലകന്യകയും അത് ഉണ്ടാക്കിയത് കാനായി കുഞ്ഞിരാമനാണ്. ഇനി കേരളത്തിലെ ആദ്യ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. എന്നാൽ കേരളത്തിലെ ആദ്യ ചുമർ ചിത്ര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ആദ്യത്തെ ശില്പനഗരം കോഴിക്കോട്, ചുമർ ചിത്ര നഗരം കോട്ടയമാണ്. എന്നാൽ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. ഇനി കാർട്ടൂണിസ്റ്റ് ശങ്കരുടെ ജന്മസ്ഥലമാണ് കായംകുളം. അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ കാർട്ടൂൺ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെയാണ് ആദ്യത്തെയാണ് ദേശീയ കാർട്ടൂൺ മ്യൂസിയമാണ് നിലവിൽ വരുന്നത് കായംകുളത്താണ്. കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക ദേശീയ കാർട്ടൂൺ മ്യൂസിയം എന്ന് തന്നെയാണ് പേരും. ഇനി കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ ഏതായിരുന്നു? മഹാക്ഷാമ ദേവതയാണ്. അത് വന്നത് വിദൂഷകനിലാണ്. കാർട്ടൂൺ ഒരു കോമഡി ഇതായതുകൊണ്ട് വിദൂഷകനിലാണ് ആദ്യം വന്നത്. ഇനി ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയുടെ അതിൻ്റെ കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു? VT തോമസ്. ടോംസ് എന്ന് പറയാം. ബോബനും മോളിയും ടോംസ്, VT തോമസ്. അതുപോലെ തന്നെ ചെറിയ മനുഷ്യരും വലിയ ലോകവും അരവിന്ദൻ്റെയാണ്. ഇത്തിരി നേരം പോക്ക് ഒത്തിരി ദർശനം, ഇത് OV വിജയൻ്റെയാണ്. ഇത്തിരി നേരം പോക്ക് ഒത്തിരി ദർശനം, OV വിജയൻ. അതുപോലെ തന്നെ പൊന്നമ്മ സൂപ്രണ്ട് മിസ്സിസ് നായർ എന്നത് യേശുദാസിൻ്റെയും മാതൃഭൂമിയിലെ കുഞ്ഞമ്മാൻ എന്ന കാർട്ടൂൺ തുടങ്ങിയത് BM ഗഫൂറുമാണ്. ഇത്രയായിരുന്നു ചിത്രവുമായി ബന്ധപ്പെട്ട. രാജാ രവിവർമ്മയുടെ പറഞ്ഞപ്പോൾ കുറച്ച് ചിത്രങ്ങളും കാർട്ടൂണും പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തതിലേക്ക് നോക്കാം. ഇനി ഡേ 4 ടോപ്പിക്കിൽ ഇംഗ്ലീഷിൻ്റെ റൂൾ നമ്പർ 4 സിൻസും 4 ആയിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. സിൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കാണിക്കാനും 4 എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷനെ കാണിക്കാനുമാണെന്ന് പറഞ്ഞു. ഇനി സിൻസിൻ്റെ 4ൻ്റെ കൂടെ മെയിനായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരിക. ഒന്നെങ്കിൽ ഹാസ് പ്ലസ് V3 വരും, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 വരും, അല്ലെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V1 പ്ലസ് ING വരും. അതായത് ഹാസ് ബീൻ ഗോയിങ്, ഹാവ് ബീൻ ഗോയിങ് എന്ന് വരും, അല്ലെങ്കിൽ ഹാസ് ഡൺ അല്ലെങ്കിൽ ഹാവ് ഡൺ എന്നൊക്കെ പറഞ്ഞ് വരും. ഓക്കെ. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കളക്റ്റീവ് നൗണ് കംപ്ലീറ്റ് ചെയ്യും. നാളെ മാത്സിലെ കുറച്ച് പ്രോബ്ലംസ് ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കളക്റ്റീവ് നൗൺസ് നോക്കാം. എ ഹേർഡ് എന്ന് വരുന്നത് കുറച്ചുണ്ട്. എ ഹേർഡ് ഓഫ് കാറ്റിൽ, എ ഹേർഡ് ഓഫ് കൗസ്, എ ഹേർഡ് ഓഫ് ഡീർ, എ ഹേർഡ് ഓഫ് എലിഫൻസ്, എ ഹേർഡ് ഓഫ് ഗോട്ട്സ്. ക്യാറ്റ്, കൗ, ഡീർ, എലിഫൻറ്റ്, ഗോട്ട്, ഇത് ആ ഒരു വിഭാഗത്തിൽ പെടുന്ന എല്ലാവരും എ ഹേർഡ് ഓഫ് എന്നാണ് അറിയപ്പെടുക. ഇനി എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, എ മർഡർ ഓഫ് ക്രോസ്. കാക്കകളാണ് വരുന്നതെങ്കിൽ മർഡർ ആണ് വരിക. എന്നാൽ ബേർഡ്സിനെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്ലൈറ്റ് എന്നാണ് വരിക. ഇനി എ ഗാഗിൾ ഓഫ് ഗീസ്, എ ബ്രൂഡ് ഓഫ് ഹെൻസ്, എ വാച്ച് ഓഫ് നൈറ്റിംഗേൾസ്, രാത്രിയിൽ വാച്ച് ചെയ്തിരിക്കുന്നു, എ വാച്ച് ഓഫ് നൈറ്റിംഗേൾസ്. ഇനി എ പാർലമെൻറ്റ് ഓഫ് ഔൾസ്, എ കമ്പനി ഓഫ് പാരറ്റ്സ്, എ മസ്റ്റർ ഓഫ് പീകോക്സ്, എ ബ്രേസ് ഓഫ് പീജിയൻ, എ ഹോസ്റ്റ് ഓഫ് സ്പാരോസ്, എ വെഡ്ജ് ഓഫ് സ്വാൻസ്, എ കോളനി ഓഫ് ബാറ്റ്സ്. ഇത്രയും പക്ഷികളുടെ വിഭാഗമാണ്. പക്ഷികളിൽ പൊതുവായിട്ട് പറയുന്നത് എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്നാണ്.
എന്നാൽ കാക്ക വരുവാണെങ്കിൽ, ക്രോസ് വരുവാണെങ്കിൽ എ മർഡർ ഓഫ് ക്രോസ്, ഗീസ് ആണെങ്കിൽ എ ഗാഗിൾ ഓഫ് ഗീസ്, ഹെൻസ് ആണെങ്കിൽ എ ബ്രൂഡ് ഓഫ് ഹെൻസ്, നൈറ്റിംഗേൾസ് എ വാച്ച് ഓഫ് നൈറ്റിംഗേൾസ്, ഓൾസ് ആണെങ്കിൽ എ പാർലമെന്റ് ഓഫ് ഓൾസ്. എന്നാൽ ബാറ്റ്സ് വരുന്ന എ കോളനി ഓഫ് ബാറ്റ്സ് ആണ്. എ കമ്പനി ഓഫ് പാരറ്റ്സ് പെട്ടെന്ന് നമ്മളുമായിട്ട് കമ്പനിയാവും. എ കമ്പനി ഓഫ് പാരറ്റ്സ്. എ മസ്റ്റർ ഓഫ് പീകോക്സ്, എ ബ്രേസ് ഓഫ് പീജൻസ്, എ ഹോസ്റ്റ് ഓഫ് സ്പാരോ ഹോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ബ്രേസ് ഓഫ് പീജൺ എന്നാണ് അറിയുന്നത്. പിന്നെ എ വെഡ്ജ് ഓഫ് സ്വാൻസ്. ഇനി എ സ്ലോത്ത് ഓഫ് ബിയേഴ്സ് എന്നാണ് പറയുക. ബെയർ ടെഡി ബെയറിൻ്റെ ബെയർ. എ സ്ലോത്ത് ഓഫ് ബെയർസ്, എ ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ് എന്നാണ് പറയുക. എ പാക്ക് ഓഫ് ഡോഗ്സ്, എ ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ്, എ സ്ലോത്ത് ഓഫ് ബെയർസ്. ഇനി എ സ്കൾക്ക് ഓഫ് ഫോക്സസ്, എ സ്റ്റഡ് ഓഫ് ഹോഴ്സസ്, എ പാക്ക് ഓഫ് ഹൗണ്ട്സ്, എ പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് പറയും, എ പാക്ക് ഓഫ് ഹൗണ്ട്സ് എന്ന് പറയും. ഇനി എ ട്രൂപ്പ് ഓഫ് കങ്കാരൂസ്, എ സ്റ്റഡ് ഓഫ് ഹോഴ്സസ്, എ സ്കൾക്ക് ഓഫ് ഫോക്സസ്, എ ഫാൾ ഓഫ് ലാംസ്, എ ലീപ്പ് ഓഫ് ലെപ്പേർഡ്സ്, എ പ്രൈഡ് ഓഫ് ലയൺസ്, എ ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്ന് പറയും, എ ട്രൂപ്പ് ഓഫ് കങ്കാരൂസ് എന്ന് പറയും. ഇനി എ യോക്ക് ഓഫ് ഓക്സൺ, എ ലിറ്റർ ഓഫ് പപ്പീസ്. ഇനി എ ബറി ഓഫ് റാബിറ്റ്സ്, എ സ്ട്രിങ് ഓഫ് റേസ് ഹോഴ്സസിനും സ്ട്രിങ് എന്ന് പറയും. അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ ക്യാമൽസിനും എ സ്ട്രിങ് ഓഫ് ക്യാമൽസ് എന്ന് പറയും. ഇനി എ സ്വാം ഓഫ് റാറ്റ്സ്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്സ്, എ പോഡ് ഓഫ് വെയിൽസ്, എ സ്കൂൾ ഓഫ് വെയിൽസ് എന്ന് പറയും. എ പാക്ക് ഓഫ് വോൾഫ്സ്, എ സീൽ ഓഫ് സീബ്രാസ്, എ കോളനി ഓഫ് ആൻസ്. കോളനി മുമ്പ് പറഞ്ഞത് ബാറ്റ്സിനായിരുന്നു. അതുപോലെ തന്നെ ആൻസ്, എ കോളനി ഓഫ് ആൻസ്. ഇനി എ സ്വാം ഓഫ് ബീസ്, എ സ്വാം ഓഫ് റാറ്റ്. എലികൾക്കും സ്വാം ഓഫ് റാറ്റ് എന്നാണ്, ബീസും എ സ്വാം ഓഫ് ബീസ് ആണ്. ഇനി എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് ആയിരുന്നു പറഞ്ഞത്, എ ഫ്ലൈറ്റ് ഓഫ് ബട്ടർഫ്ലൈസും പറയും. എ സ്വാം ഓഫ് ഫ്ലൈസ്, എ സ്വാം ഓഫ് ബീസ്, അല്ലെങ്കിൽ എ സ്വാം ഓഫ് റാറ്റ്സ് ഒക്കെ വരും. ആൻ ആർമി ഓഫ് കാറ്റർപില്ലർ, ആൻ ഇൻട്രൂഷൻ ഓഫ് കോക്രോച്ചസ്, എരച്ച് കയറുമല്ലേ കോക്രോച്ച് പാറ്റകളെല്ലാം. ആൻ ഇൻട്രൂഷൻ ഓഫ് കോക്രോച്ചസ്. എ ക്ലട്ടർ ഓഫ് സ്പൈഡേഴ്സ്, സ്പൈഡറിൻ്റെ ഒരു കെട്ട് എന്ന് ഓർത്താൽ മതി, വലയൊക്കെ കിട്ടൂലേ കെട്ടുന്ന. എ ക്ലട്ടർ ഓഫ് സ്പൈഡേഴ്സ്. എ ബാസ്ക് ഓഫ് crocodiles, an army of frogs, a den of snakes, an army of frogs, a bask of crocodiles, a den of snakes, a bale of turtles, a giggle of girls, a board of directors, a troop of dancers. ഈ ട്രൂപ്പിൻ്റെ സ്പെല്ലിങ് TROUPE ആണ്. മറ്റ് മുമ്പ് പറഞ്ഞ കങ്കാരൂസിൻ്റെ ഒക്കെ ട്രൂപ്പ് TROOP ആണ്. ഇത് TROUPE, ട്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്. എ ഷ്രിവൽ ഓഫ് ക്രിട്ടിക്സ്, എ സ്കൂൾ ഓഫ് ക്ലർക്സ്, എ സ്ലേറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, എ ബ്ലഷ് ഓഫ് ബോയ്സ്. ഗേൾസിന് എന്താ പറയുക? എ ഗിഗിൾ ഓഫ് ഗേൾസ്. ഗേൾസിൽ തന്നെയുണ്ട് ഗിഗിൾ ഓഫ് ഗേൾസ്. ഇനി ബോയ്സ് ആണെങ്കിൽ ബ്ലഷ് ഓഫ് ബോയ്സ്. ഇനി എ ബോക്സ് ഓഫ് ക്രിക്കറ്റേഴ്സ്, എ പാനൽ ഓഫ് എക്സ്പേർട്സ്, എ ബെഞ്ച് ഓഫ് ജഡ്ജസ്, എ ബെവി ഓഫ് ലേഡീസ്. ഗിഗിൾ ഓഫ് ഗേൾസ്, ബ്ലഷ് ഓഫ് ബോയ്സ്, ബെവി ഓഫ് ലേഡീസ്. ആൻഡ് ഇലോക്വൻസ് ഓഫ് ലോയേഴ്സ്, ആൻഡ് ഇല്യൂഷൻ ഓഫ് മജീഷ്യൻസ്, എ ബെഞ്ച് ഓഫ് മജിസ്ട്രേറ്റ്സ്, എ ട്രൈബ് ഓഫ് നേറ്റീവ്സ്, എ ക്രൗഡ് ഓഫ് പീപ്പിൾ, എ പോസ് ഓഫ് പോലീസ്, എ പിറ്റി ഓഫ് പ്രിസണേഴ്സ്, എ ഹൗസ് ഓഫ് സെനറ്റേഴ്സ്, എ ക്വയർ ഓഫ് സിംഗേഴ്സ്, എ ഗ്യാങ് ഓഫ് തീവ്സ്, ആൻഡ് ആംബുഷ് ഓഫ് വിഡോസ്. ആംബുഷ്, അവരുടെ ആംബിഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു, വിഡോസ് എന്ന് ഓർത്താൽ മതി. ആംബുഷ്. എ കോൺഗ്രിഗേഷൻ ഓഫ് വർഷിപ്പേഴ്സ്, എ കൗൺസിൽ ഓഫ് അഡ്വൈസേഴ്സ്, എ സ്റ്റാഫ് ഓഫ് ഒഫീഷ്യൽസ്, എ പാനൽ ഓഫ് ജൂറി, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർ, എ പെയർ ഓഫ് ഷൂസ്, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, എ നെസ്റ്റ് ഓഫ് റൂമേഴ്സ്. റൂമേഴ്സിൻ്റെ ഒരു കൂട്ടത്തിന് പറയുന്നത് എ നെസ്റ്റ് എന്നാണ്, കൂട്ടം, കൂട്ടം ഓർക്കാലോ. എ റോസറി ഓഫ് കൊട്ടേഷൻസ്, എ റീം ഓഫ് പേപ്പേഴ്സ്. പേപ്പറുകളുടെ ഒരു കെട്ടിന് റീം എന്നാണ് പറയട്ടെ. എ ബഡ്ജറ്റ് ഓഫ് പേപ്പേഴ്സ് എന്നും പറയും.
a range of mountains, a bunch of keys, a battery of guns, a bunch of grapes, a clutch of eggs, a bouquet of flowers, a network of computers, a deck of cards. bouquet of flowers എന്ന് പറയും, bunch of flowers എന്ന് പറയും. ഇനി a library of books, a syndicate of merchants, a block of flats, a suit of rooms, a suit of clothes. കോട്ട് സ്യൂട്ടിൻ്റെ സ്യൂട്ട് SUIT ആണ്, എന്നാൽ റൂമിൻ്റെ സ്യൂട്ട് വരുമ്പോൾ SUITE ആണ് കേട്ടോ. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് പറഞ്ഞു. എ സ്റ്റാക്ക് ഓഫ് വുഡ്, എ ഷേ ഓഫ് ഗ്രെയിൻ, എ നഴ്സറി ഓഫ് പ്ലാന്റ്സ്, എ സീരീസ് ഓഫ് ഈവൻറ്റ്സ്, എ ഫാൾ ഓഫ് റെയിൻ, ഫാൾ ഓഫ് സ്നോ, ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്, brew of beer, brace of pistols, break of winds. വിൻഡിന് ബ്രേക്ക് ഓഫ് വിൻസ് എന്നാണ് പറയുക. എ ക്യാൻസലേഷൻ ഓഫ് ട്രെയിൻ, ട്രെയിൻസിൻ്റെ കൂട്ടത്തിന് പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് ട്രെയിൻസ് എന്നാണ്. എ റിംഗ് ഓഫ് ടെലിഫോൺസ്, എ ഗ്രോവ് ഓഫ് ട്രീസ്, ആൻഡ് ആന്തോളജി ഓഫ് സ്റ്റോറീസ്. അടുത്ത എ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്, എ കോഡ് ഓഫ് ലോ, എ ബോൾ ഓഫ് വൂൾ, വൂളിൻ്റെ ബോളാണ്. എ ഹീപ്പ് ഓഫ് സ്റ്റോൺസ്, കൂമ്പാരം. എ ബഡ്ജറ്റ് ഓഫ് ന്യൂസ്, എ ലോക്ക് ഓഫ് ഹെയർ, ഹെയറിൻ്റെ ഒരു കെട്ട്, ഒരു ലോക്ക്. എ സ്യൂട്ട് ഓഫ് ഫർണിച്ചർ എന്ന് പറയുന്നത് റൂമിൻ്റെ സ്യൂട്ട് തന്നെയാണ് ഫർണിച്ചറും. എ മാസ് ഓഫ് ക്ലൗഡ്സ്, എ കളക്ഷൻ ഓഫ് കോയിൻസ്, എ ക്ലസ്റ്റർ ഓഫ് നട്ട്സ്, എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ്, കോയിൻസും സ്റ്റാമ്പ്സും കളക്ഷൻ. എ ഫ്ലോട്ടില ഓഫ് ബോട്ട്സ്, എ വോളി ഓഫ് ബുള്ളറ്റ്സ്, എ സ്ക്വാഡ്രൺ ഓഫ് cavalry, a pile of books, a shoal of fish, an orchestra of crickets, a babble of barbers, a colony of bacteria, a coalition of cheetahs, a wash of emotions, emotionsൻ്റെ ഒരു കൂട്ടത്തിനെയാണ് a wash of emotions, a calendar of saints, എ ഫാക്കൽറ്റി ഓഫ് ടീച്ചേഴ്സ്, എ ട്രെയിൻ ഓഫ് ക്യാമൽസ്, ക്യാമൽസിൻ്റെ കൂട്ടത്തിൽ സ്ട്രെയിൻ എന്നല്ലേ പറയുക, ട്രെയിൻ ആണോ, സ്ട്രെയിൻ അല്ലേ. എ വാഡ് ഓഫ് എ വാഡ് ഓഫ് മണി, എ ക്യൂവർ ഓഫ് ആരോസ്, എ ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്സ്, എ ടഫ്റ്റ് ഓഫ് ഗ്രാസ്, എ ടഫ്റ്റ് TUFT, ടഫ്റ്റ് ഓഫ് ഗ്രാസ്, എ ഷീഫ് ഓഫ് ഗ്രെയിൻസ്, എ ന്യൂയിസൻസ് ഓഫ് ക്യാറ്റ്സ്, എ ന്യൂയിസൻസ് ഓഫ് ക്യാറ്റ്സ്, ഷീഫ് ഓഫ് ഗ്രേസ്. ഇത്രയാണ് ഉള്ളത്. ഇനി ക്യാമൽസിനെ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ് എന്നും പറയും, എ ക്ലൗഡർ ഓഫ് ക്യാമൽസ് എന്നും പറയും കേട്ടോ. ജിറാഫിന് നമ്മൾ പഠിച്ചിരുന്നു ടവർ ഓഫ് ജിറാഫ്സ്. ഇനി പൂച്ചക്കുട്ടിയിൽ കിറ്റൻസിനെ എ കിൻഡിൽ ഓഫ് കിറ്റൻസ് എന്ന് പറയും, പിന്നെ എ പാക്ക് ഓഫ് ഹൗൺസ് എന്ന് പറയും. ഇനി എ പാസൽ ഓഫ് ഹോഗ്സ്, ഹോഗ് HOGS, ഹോഗ്സിൻ്റെ പാസൽ. ഇനി ഹിപ്പോപ്പൊട്ടാമസ് ആണെങ്കിൽ ക്രാഷ് ഓഫ് ഹിപ്പോപ്പൊട്ടാമസ്. അതുപോലെ പിഗ്സ്, സൗണ്ടർ ഓഫ് പിഗ്സ്, പിഗ്സിൻ്റെ സൗണ്ടർ ഓഫ് പിഗ്സ്. അതുപോലെ അണ്ണാന് സ്ക്വിരൽസിനെ എ ഡ്രേ ഓഫ് സ്ക്വിരൽസ് എന്ന് പറയും, ഡേ അല്ല ഡ്രേ. അതുപോലെ ടൈഗേഴ്സിന് ആൻഡ് ആംബുഷ് ഓഫ് ടൈഗേഴ്സ് എന്ന് പറയും, ആംബുഷ്. എ പീപ്പ് ഓഫ് ചിക്കൻ എന്ന് പറയും, പീപ്പ് ഓഫ് ചിക്കൻസ് എന്നും പറയും. വുഡ് പെക്കേഴ്സിനെ ഡിസെൻറ്റ് ഓഫ് വുഡ് പെക്കേഴ്സ് എന്നാട്ടോ പറയുക, ഡിസെൻറ്റ് ഓഫ് വുഡ് പെക്കേഴ്സ്, എ റാഫ്റ്റർ ഓഫ് ടർക്കീസ് എന്നൊക്കെയാണ് പറയുക. അതുപോലെ തന്നെ സ്നെയിലില്ലേ, ഒച്ച്, സ്നെയിലിൻ്റെ കൂട്ടം എ ഹുഡ് ഓഫ് സ്നെയിൽസ് എന്നാണ് പറയുക. ഗൺസിന് ശ്രദ്ധിച്ചോ, എ ബാറ്ററി ഓഫ് ഗൺസ് എന്നാണ് പറയുക. ഡ്രോയേഴ്സിൻ്റെ കൂട്ടത്തെ പറയുന്നത് എ ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് എന്നാണ്. ആസ്ട്രോയിഡ്സിൻ്റെ ഒരു കൂട്ടത്തെ പറയുന്നതാണ് എ ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്സ്, എ ബെൽറ്റ് ഓഫ് ആസ്ട്രോയിഡ്സ്. അതുപോലെ തന്നെ സെയിൽസ്മെനിനെ സാമ്പിൾ ഓഫ് സെയിൽസ്മെൻ എന്നാണ് പറയുക, ഒരു കൂട്ടം സാമ്പിൾ ഓഫ് സെയിൽസ്മെൻ. അതുപോലെ തന്നെ ആർമി ഓഫ് ഫ്രോഗ്സ്, ആർമി ഓഫ് ഫ്രോഗ്സ് എന്നാണ് പറയുക. എ ട്രബിളിംഗ് ഓഫ് ഗോൾഡ് ഫിഷ്, എ ഷവർ ഓഫ് റെയിൻ, എ ഹാർവെസ്റ്റ് ഓഫ് വീറ്റ്, എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്, എ കാരവൻ ഓഫ് ജിപ്സീസ്, ഹോസ്റ്റ് ഓഫ് ഏഞ്ചൽസ്, ഏഞ്ചൽസും ഹോസ്റ്റ് ആലോചിച്ചൊക്കെ, ഹോസ്റ്റ് ഓഫ് ഏഞ്ചൽസ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ട്രൂപ്പ് ഓഫ് സ്കൗട്ട്സ്. അതുപോലെ പേളിൻ്റെ മുത്തിൽ എ സ്ട്രിങ് ഓഫ് പേൾസ് എന്നാണ് പറയുക. എ ഷോൾ ഓഫ് സാൽമൺ, അത് പിന്നെ സാൽമൺ ഫിഷ് വരുന്നതുകൊണ്ട് ഷോള്. എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്, അത് പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ എ ലീഗ് ഓഫ് നാഷൻസ്, നാഷൻസിൻ്റെ ഒരു കൂട്ടത്തെയാണ് ലീഗ് ഓഫ് നാഷൻസ് എന്ന് പറയുക. ബഞ്ച് ഓഫ് ബനാനാസ് എന്ന് പറയും, എ ഹാൻഡ് ഓഫ് ബനാനാസ് എന്ന് പറയും കേട്ടോ. സ്റ്റഡ് ഓഫ് ഹോഴ്സസ് നമ്മൾ പറഞ്ഞതാണ്.
എ ക്ലൗഡ് ഓഫ് ഡസ്റ്റ് എന്ന് പറയും. എ ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. അതുപോലെ തന്നെ എ സ്ട്രിങ് ഓഫ് ഓനിയൻസ് എന്നാണ് പറയുക. സ്ട്രിങ്. ഇത്രയും കളക്റ്റീവ് നൗൺസ് ആണ് ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വട്ടം വായിച്ചു, കേട്ടു. അപ്പം ഇനി ഒരു റിവിഷനും കൂടെ കഴിയുമ്പം അത് ഓർക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.